ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇന്നത്തെ അനുദിന മന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ഞാൻ നിങ്ങളും ദൈവത്തോടു കൂടെ നടക്കുന്നവരാകുവാൻ ആഹ്വാനം ചെയ്യുക. 2026 നാം ദൈവത്തോടു കൂടെ നടക്കുന്നവരാകുന്നെങ്കിൽ നമ്മുടെ കാര്യം നോക്കുവാനും നമ്മെ സംരക്ഷിക്കുവാനും നമ്മെ പരിപാലിക്കുവാനും ദൈവത്തിൻ്റെ അത്യുന്നതമായ ബലമുള്ള കരം നമുക്കുണ്ടാകുമെന്ന് ഓർപ്പിക്കുക. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഹാനോക്ക് എന്ന ഒരു മനുഷ്യൻ 300 സംവത്സരക്കാലം ദൈവത്തോടു കൂടെ നടന്ന ഭക്തനെ ഉപേക്ഷിക്കാത്ത നല്ല കർത്താവ് അവനെ എടുത്തുകൊണ്ടുപോയി എന്ന് ദൈവത്തിന് വചനം പറയുമ്പോൾ, ഹാനോക്ക് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തോടു കൂടെ നടക്കുന്നതിന് കുടുംബമോ ബന്ധങ്ങളോ ഒന്നും ഒരു വിഷയമല്ലെന്ന് പഠിപ്പിക്കുക. പലരും കുടുംബ ബന്ധമുള്ളത് കൊണ്ട് ദൈവത്തോടെ കൂടെ നടക്കാൻ പറ്റത്തില്ലെന്ന് ലോകം പറയുമ്പോൾ, ദൈവത്തിൻ്റെ ഭക്തൻ പഠിപ്പിക്കുക, കുടുംബ ബന്ധങ്ങളോ മക്കളോ ഒന്നും ദൈവത്തോടു കൂടെ നടക്കുന്നതിനൊരു തടസ്സമല്ല. ദൈവശബ്ദം കേൾക്കുന്നതിനോ ദൈവഹിതപ്രകാരം നടക്കുന്നതിനോ കുടുംബ ബന്ധങ്ങളോ ഒന്നും തടസ്സമല്ലെന്ന് പഠിപ്പിക്കുമ്പോൾ, എന്താണ് ദൈവത്തോടു കൂടെ നടക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം? ദൈവഹിതമനുസരിച്ച് ദൈവഹിതപ്രകാരം ദൈവശബ്ദം കേട്ടുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിതം കഴിക്കുക എന്നുള്ളത് നമുക്ക് അർത്ഥമായി കണക്കാക്കാമെങ്കിൽ, ഹാനോക്ക് ദൈവത്തോടു കൂടെ 300 സംവത്സരക്കാലം നടക്കുകയും തനിക്ക് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, 2026 എന്ന വർഷം നമുക്ക് ദൈവത്തോടു കൂടെ നടക്കാം. ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ട് പോയി എങ്കിൽ, ഈ കാലഘട്ടത്തിൽ വക്രതയും കോട്ടവും ഉള്ള ഈ കാലഘട്ടത്തിൽ ഏത് വിധേനയും ധനസമ്പാദനത്തിന് വേണ്ടി മാർഗങ്ങൾ മനുഷ്യൻ തിരയുന്ന ഈ കാലഘട്ടത്തിൽ, സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ, വൈരാഗ്യവും പകയുമായി ജീവിക്കുന്നവരുടെ നടുവിൽ നമുക്ക് ദൈവത്തോടു കൂടെ നടക്കുന്നവരായി തീരുന്നുവെങ്കിൽ, സ്നേഹവും സമാധാനവും സന്തോഷവും സാഹോദര്യവും ദൈവിക കരുതലും ഒക്കെ ഉള്ളവരായി മാറുവാൻ കഴിയുന്നുവെങ്കിൽ, നിശ്ചയമായി ഹാനോക്കിനെ യഹോവയെ ദൈവം എടുത്തുകൊണ്ട് പോയതുപോലെ അവൻ ദൈവത്തോടു കൂടെ നടക്കുന്ന ഭക്തനെ കർത്താവിൻ്റെ മടങ്ങിവരവിൽ എടുക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മെ ഓർപ്പിച്ചുറപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, 2026 നമുക്ക് ദൈവത്തോടു കൂടെ നടക്കുന്നവരായി മാറാം. ലോക ഇഷ്ടപ്രകാരം ചരിക്കുന്നവരല്ല, അവൻ സ്വന്തം ഹിതമനുസരിച്ച് ഓടുന്നവരല്ല, ദൈവശബ്ദത്തിനനുസരിച്ച് ചുവട് വെക്കുന്നവരായി മാറുമെങ്കിൽ, ദൈവഹിതപ്രകാരം നടക്കുന്നവരായി മാറുമെങ്കിൽ, ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് നടക്കുന്നവരാകുന്നുവെങ്കിൽ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുമ്പോൾ, നിശ്ചയമായി ദൈവത്തോടു കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ ഭക്തൻ ഭാഗ്യവാനായി മാറുവാൻ ദൈവം ഇടയാക്കും. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ അവൻ്റെ ഹിതമനുസരിച്ച് അവനെ പ്രസാദിപ്പിച്ച് കർത്താവിനോട് ചേർന്ന് വസിക്കുന്നവരായി നമുക്ക് മാറാം. അങ്ങനെയെങ്കിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് ഉറപ്പോടെ പറയാൻ കഴിയും. യഹോവ എൻ്റെ ഇടയനാകുന്നെങ്കിൽ 2026 ഏത് വിഷയങ്ങളുടെ നടുവിലും എന്നെ കുലുങ്ങാതെ നിൽക്കുന്ന, എന്നെ ഉറപ്പോടെ നടത്തുന്ന ബലമുള്ള കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി ഉണ്ടാകുമെന്ന് നമുക്ക് ഉറക്കെ പറയാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് ചേർന്ന് നടക്കുന്നവരായി മാറാം. ഓരോ ദിനവും അവൻ്റെ പാദങ്ങളിലൂടെ അവൻ്റെ പാതയിലൂടെ നടക്കുന്നവരായി നടക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.